ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ഫ്രൈ ആണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 2 ചെറിയ സബോള ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ തരം തക്കാളി. പിന്നെ ആവശ്യമായ സാധനം നമുക്ക് മല്ലിയില കുറച്ച്, കരിവേപ്പില കുറച്ച്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ജാർ എടുക്കണം, അതിലേക്ക് നമ്മൾ തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുക്കണം. നമുക്ക് നന്നായി അരച്ചെടുത്ത ശേഷം ഇത് കുട്ടികൾക്കാണ് ഒരുപാട് ഇഷ്ടപ്പെടുക, വലിയവർക്കും അതേപോലെ ഇഷ്ടപ്പെടും. ഒരു ചീഞ്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കുക, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ ആഡ് ചെയ്ത ശേഷം നന്നായി ചൂടായ ശേഷമേ നമുക്ക് അതിലേക്ക് കറുകപ്പട്ടിയും ഗ്രാമ്പുവും ഏലക്കായും അതിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം നന്നായി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറുകപ്പട്ടിയും ഏലക്കായും ഗ്രാമ്പും ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം ഇതിലേക്ക് ആഡ് ചെയ്യണം. പെരിഞ്ജീരകം പൊട്ടിയ ശേഷം സവോള ആഡ് ചെയ്യണം. ഏലക്കായും ഇട്ടിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂണ് പെരിഞ്ജീരകം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പെരിഞ്ജീരകം ഇട്ട ശേഷം പൊട്ടിയ ശേഷമാണ് മാത്രമേ നമുക്ക് ഇതിലേക്ക് സവോള ആഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പെട്ടെന്ന് വാടിക്കിട്ടാൻ നമുക്ക് അതിലേക്ക് ഒരു നുള്ളി ഉപ്പും ചേർത്താം. സവോള നന്നായി ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കിത് ഇളക്കണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചിരിക്കുന്ന ആ മിശ്രിതം അതിലേക്ക് ഒഴിക്കാം. ഒഴിച്ച ശേഷം നന്നായി ഇളക്കി, നന്നായി ബ്രൗൺ കളർ വരുന്ന പോലെ നമുക്കത് ഇളക്കി സെറ്റ് ചെയ്യാം. ഏകദേശം നമ്മുടെ മസാലയൊക്കെ ആയിട്ടുണ്ട്. അതിൽ മസാലയില്ല, സബോളയും തക്കാളിയും വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാല ആഡ് ചെയ്യാം. ഒരു ടീസ്പൂണ് മുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂണ്. അര ടീസ്പൂണ് ഗരം മസാലൻ്റെ പൊടിയും നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞപ്പൊടിയും അതിലേക്ക് ആഡ് ചെയ്യാം. അതിട്ട ശേഷം നന്നായി ഇളക്കി, നന്നായിട്ട് അതിൻ്റെ മസാലകളുടെ പച്ചക്കുത്ത് മാറുന്ന വരെ നന്നായി ഇളക്കണം. പിന്നെ നമുക്ക് ആവശ്യമായ ഉപ്പ്, ആവശ്യത്തിന് മാത്രം ഉപ്പിടുക. ഞാൻ എടുത്തിരിക്കുന്ന 2 മുട്ട എടുത്തിരിക്കുന്ന അതിനനുസരിച്ച് ആവശ്യമുണ്ടാകും. ഇട്ട ശേഷം നന്നായി ഇളക്കി. ഏകദേശം നമ്മുടെ മസാലയ്ക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇത് ചപ്പാത്തിനോടും വെള്ളയപ്പത്തിനോടും ചോറിൻ്റെ കൂടെ പൊറോട്ടനോടും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു മുട്ടയെടുത്ത് അതിൻ്റെ പൊട്ടിച്ച് മഞ്ഞക്കരു ഉടയാത്ത രീതിയിൽ അതിലേക്ക് ഒഴിക്കുക. 1 or 2 മുട്ട ഇട്ടാലും കുഴപ്പമില്ല. അതിന് മേലെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. കുട്ടികൾക്ക് എരിവിനനുസരിച്ച് കുരുമുളക് കൂടി ഇട്ടാൽ മതിയാവും.
അതിന് മേലെ നമുക്ക് കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടൊരു 2-3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് മൂടി വെക്കാം നമുക്ക്. കരിവേപ്പിലയും മല്ലിയിലയും ഇട്ട ശേഷം ഒന്ന് മൊത്തമായി ഒന്ന് മൂടി വെക്കണം. ഏകദേശം നമ്മുടെ കറി ഒക്കെ ആയിട്ടുണ്ട്, മസാല ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 മുട്ട ഞാൻ പുഴുങ്ങിയതുണ്ട്, അത് അരിഞ്ഞ് അതിലേക്ക് ഇടുന്നുണ്ട്. നമ്മുടെ മുട്ട ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയോടെയും പൊറോട്ടൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും വെള്ളയപ്പത്തിനോടും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണത്. ഉണ്ടല്ലേ, ഭയങ്കര ടേസ്റ്റിയായ ഒരു ഐറ്റമാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോസുമായി കാണാം.